ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെന്നൈക്ക് വേണ്ടി അവസാന 4 പന്ത് നേരിടാനെത്തിയത് MS ധോണിയായിരുന്നു. മുംബൈയുടെ സ്വന്തം തട്ടകത്തിൽ ആരാധകർ ആവേശപൂർവ്വം കാത്തിരുന്ന മത്സരമാണ് മുംബൈ ചെന്നൈ നേർക്കുനേർ പോരാട്ടം. ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ശിവൻ ദുബൈ 38 പന്തിൽ 66 റൺസ്, ഋതുരാജ് ഗെയ്ക്വാദ് 40 പന്തിൽ 69 റൺസ്. ആരാധകർ കാത്തിരുന്ന ധോണിയുടെ ബാറ്റിംഗാണ് വിജയം സമ്മാനിച്ചത്. അവസാന ഓവറിൽ ഇറങ്ങിയ താരം 4 പന്തുകൾ നേരിട്ടു. 20 റൺസാണ് താരം അടിച്ചെടുത്തത്. ഇതിൽ 3 സിക്സറും ഒരു ഡബിളും ഉണ്ടായിരുന്നു. ഇതോടെ സ്കോർ ബോർഡ് 200 കടക്കുകയായിരുന്നു. ധോണി നേടിയ 20 റൺസാണ് ടീമിന്റെ വിജയ റൺ. കാരണം 20 റൺസിനാണ് ചെന്നൈ മുംബൈ തോൽപ്പിച്ചത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും മികച്ച തുടക്കമാണ് നടന്നത്. രോഹിത് ശർമ്മയുടെ മികച്ച ബാറ്റിംഗ് 63 പന്തിൽ 105 റൺസ് നേടി. ഒറ്റയാൾ പ്രകടനമായിരുന്നു എന്ന് വേണം പറയാൻ. അവസാനം കൂടെ നിന്നവരെല്ലാം വിക്കറ്റുകൾ സമ്മാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 186 റൺസ് എടുക്കാനേ കഴിഞ്ഞു. ഡാരൻ മിച്ചൽ ബാറ്റ് ചെയ്ത സമയത്ത് പന്ത് ബാറ്റിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ധോണിയുടെ വരവിൽ സിക്സർ അടിച്ചായിരുന്നു തുടക്കം. താരം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രായം എത്രയായാലും ആ പഴയ ധോണിയുടെ ബാറ്റിങ്ങിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 500 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച താരം ഇത് ധോണിയുടെ 250-ാം മത്സരമായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയ കലിപൂണ്ട ആരാധകർക്ക് ഇതൊരു സന്തോഷ ദിവസമായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ചെന്നൈ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് കാണില്ല. ഹാർദിക് പാണ്ഡ്യ വലിയ വില കൊടുക്കേണ്ടി വന്നു. താരത്തിന് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ് എന്നത് രോഹിത് ശർമ്മയുടെ ചിരിയിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ കളിയിലെ താരം മറ്റൊരാളാണ്, മതീഷ പതിരാന. 28 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് നേടി. തകർത്തടിച്ചിരുന്ന രോഹിത് ശർമ്മയടക്കം അവസാന ഓവറുകളിൽ തളച്ചിട്ടത് ചെന്നൈ ബോളർമാരുടെ മികവാണ്. അതാണ് ഈ വിജയവും. കൂടാതെ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ പോലെ വിക്കറ്റ് പിന്നിലെ ക്യാപ്റ്റന്റെ തന്ത്രവുമാണ് ചെന്നൈക്ക് ഈ വിജയം നേടിക്കൊടുത്തത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.